ഭൗതികമായ എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അപ്പം ഇന്നിപ്പോൾ ചില ആളുകളൊക്കെ പറഞ്ഞു, ഇപ്പോൾ കാന്തപുര അബൂബക്കർ മുസ്ലിയാർ സ്ത്രീകളുടെ സംബന്ധിച്ച് ഒരു മതവിധി അദ്ദേഹം പറഞ്ഞപ്പോൾ അതിന് ചിലരൊക്കെ പിന്തുണച്ചു എന്ന് പറഞ്ഞു. പിന്തുണച്ചാൽ പോരാന്ന് എനിക്ക് പറയണം, അത് നടപ്പിൽ വരുത്താൻ വേണ്ടി ശ്രമിക്കണം. അത് നടപ്പിൽ വരുത്താണ്ടല്ലോ അവരവരുടെ. അപ്പോൾ മതവിധി പല ഉസ്താദന്മാരും പറയും, അത് പറയുമ്പോൾ അതിൻ്റെ ഇതിലേക്ക് കൊഞ്ഞനം കാട്ടുകയല്ല വേണ്ടത്, അങ്ങനല്ലേ? ഇപ്പം എന്തെല്ലാം സമസ്തകളുടെ ജമിയത്തുൽ പല മതവിധികളും പറയും. അതിനൊക്കെ പരിഹസിക്കുകയും അതിനെതിർക്കുകയും ചെയ്യുന്ന ആളുകൾ തന്നെ ഇവർക്കുള്ള സ്വത്ത താല്പര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള അവരുടെ താല്പര്യത്തിനോട് ഒത്തുകൊണ്ട് വരുമ്പോൾ, കാരണം അവർ എതിർക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ടാകും, ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് എതിരായി കൊണ്ട് ഉപയോഗിക്കപ്പെടാൻ പറ്റും ഈ ആയുധം എന്നുള്ള നിലയ്ക്ക് അതിനെ പിന്തുണച്ചു എന്ന് പറയാം. എനിക്ക് അവരോട് പറയാനുള്ള പിന്തുണച്ചാൽ മാത്രം പോരാ, നിങ്ങളുടെ സമ്മേളനങ്ങളിലും നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ മതപണ്ഡിതന്മാർ പറയുന്ന വിധികൾ പൂർണ്ണമായും കൊണ്ടിട്ട് അംഗീകരിച്ചു കൊണ്ടിട്ട്, പ്രത്യേകിച്ച് ഇതുപോലുള്ള വിധികളൊക്കെ അത് സ്വീകരിച്ചു കൊണ്ടിട്ട് അത് നടപ്പിൽ വരുത്താനും കൂടി നിങ്ങൾ ശ്രമിക്കണം എന്നാണ് എല്ലാവരോടും പറയാനുള്ളത്, പിന്തുണച്ചവരോട്. അപ്പോൾ പണ്ഡിതന്മാരാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. നമ്മുടെ പാണ്ഡിത്യത്തെ ജനങ്ങൾ അളക്കുന്നത് നമ്മുടെ പ്രവർത്തനത്തിൽ കൂടിയാണ്. നമ്മുടെ പ്രവർത്തനം എന്നും നമ്മളെ വാക്കുകളേക്കാൾ ആവശ്യം നമ്മുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മാതൃകയാവുന്ന പ്രവർത്തനങ്ങളാണ്. അങ്ങനെയല്ലേ? മഹാനാവുന്ന ഇമാം റാസി തങ്ങൾ തന്നെ കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത് യാ അയ്യുഹല്ലദീന ആമനൂ കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത് എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചു കൊണ്ടിട്ട് ഇമാം റാസി തങ്ങളല്ല മറ്റ് പലരും പറഞ്ഞു. ഇമാം റാസി തങ്ങൾക്കുള്ള ഇബാറത്താണ് ഞാനിവിടെ വായിക്കുന്നത്. ഇന്ന അക്സറന്നാസ് ആദത്തുഹും അന്നഹും യഅ്മുറൂന വയറഹും വയൻഹൗന. അധികരിച്ച ആളുകളും പണ്ഡിതന്മാരിൽ നിന്നുള്ള അധിക ആളുകളും പണ്ഡിതന്മാരല്ലാത്തവർ ആരാണെങ്കിലും അവരുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ അന്നഹും യഅ്മുറൂന വയറഹും. വേറുള്ളവരോട് നമ്മൾ നന്മകൾ ഉപദേശിക്കും, തിന്മകളെപ്പറ്റി നമ്മൾ നിരോധിക്കുകയും ചെയ്യും. യഅ്മുറൂന വയറഹും ബിൽ മഅറൂഫ്, നല്ല കാര്യങ്ങളെ കൊണ്ട് വേറുള്ളവരോട് കൽപ്പിക്കും. മോശമായ കാര്യങ്ങളിൽ നിന്ന് ഒഴിച്ചിരിക്കാൻ വേണ്ടി ജനങ്ങളോട് നമ്മൾ എന്താവും ചെയ്യും, പറയുകയും ചെയ്യും. എന്നാൽ അവരുടെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ ഫൈദ ആൽ അംറു ഇലാ അൻഫുസിഹിം, ഇതുപോലുള്ള കാര്യങ്ങൾ അവരിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു തിന്മയിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞിക്കേണ്ട അവസ്ഥ വരും. അല്ലെങ്കിൽ നന്മ ചെയ്യേണ്ട കാര്യം നമ്മൾ അതിൽ നിന്ന് നമ്മൾ പിന്മാറി, അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ തർക്കവും. അപ്പോൾ ഈ ഒരു സ്വഭാവത്തിൽ നിന്ന് അവർ ഒഴിഞ്ഞു നോക്കുന്ന, കാരണം അത് ജനങ്ങളോട് കൽപ്പിക്കും. അത്തായിന അഖ്ബാൽ ഖബീഹ ഇദാ സദറ അൻഹും കാന ഫീ മഹല്ലിൽ മുസാമഹ. ഏറ്റവും വലിയ വൃത്തികേടുകൾ അവരിൽ നിന്ന് പണ്ഡിതന്മാരിൽ നിന്ന് ഉണ്ടായി തീർന്നാൽ അത് കുഴപ്പമില്ലാതെ മുസാമഹത്തിൻ്റെ സ്വഭാവത്തിലായിക്കൊണ്ട് അതിനെ വീഴ്ച ചെയ്തുകൊണ്ടിട്ട് അതങ്ങനെ നടക്കട്ടെ എന്ന് പറയും. നേരെ മറിച്ച് വൈദാ സദറ അൻ വൈരിഹിം, വേറുള്ളവരുടെ അങ്ങനത്തെ സ്വഭാവങ്ങൾ ഉണ്ടായാലും കാന ഫീ മഹല്ലിൽ മുസാഅത്തി, അപ്പോൾ ഈ തർക്കം കൂടാതെ എതിർക്കാനൊക്കെ നമ്മൾ മുന്നിലുണ്ടാവും. ഈ ഒരു സ്വഭാവം പണ്ഡിതന്മാരാവുന്ന നമുക്കുണ്ടാവാൻ പാടില്ല. എപ്പോഴും നമ്മളെ സ്വഭാവങ്ങളും നമ്മുടെ പ്രവൃത്തികളും ഒക്കെ ജനങ്ങൾക്ക് മാതൃകയാക്കപ്പെടാൻ പറ്റുന്നതായ പ്രവർത്തനങ്ങളും സ്വഭാവങ്ങളൊക്കെ ആവണം പണ്ഡിതന്മാരിൽ ഉണ്ടാവേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അധിക കാര്യങ്ങളും സഹാബത്തിന് മനസ്സിലാക്കി കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളിൽ കൂടിയല്ല. സഹാബത്ത് എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മാത്രം പ്രത്യേകമായ കാര്യങ്ങളല്ലാത്ത കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒപ്പം കൂടിക്കൊണ്ടിട്ട് അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ട് സഹാബത്ത് ശ്രമിച്ചു. അപ്പം അങ്ങനെയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത രീതി അങ്ങനെയാണ്, നബിയുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ്. കറാഹത്തിൽ നിന്ന് മാത്രമല്ല ഖിലാഫുൽ ഔലയിൽ ഇന്ന് വരെ റസൂൽ ഒഴിക്കുന്നു. ഹറാമിൽ നിന്ന് ഏതായാലും ഒഴിച്ചിക്കണമല്ലോ, നമ്മളൊക്കെ ഒഴിക്കണം. അപ്പോൾ എല്ലാവിധ വൃത്തികേടുകളിൽ നിന്നും ഒഴിഞ്ഞു കൊണ്ടിട്ട് നന്മകൾ മാത്രം ചെയ്യണതായ ഒരു സ്വഭാവ രീതി കഴിയണത്ര ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി പണ്ഡിതന്മാർ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ നമ്മളെ പ്രബോധന ശൈലി ഉണ്ടല്ലോ, അത് ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിലാവും. മഹാനാവുന്ന ഹാറൂൻ റഷീദ് രാജാവിനോട് ഒരിക്കൽ ഒരു പണ്ഡിതൻ വന്ന് ഉപദേശിച്ചതാണ്. ഉപദേശിച്ചപ്പോൾ വളരെ ശക്തമായ ഭാഷയിലാണ് ഉപദേശിച്ചത്. അപ്പോൾ ഹാറൂൻ റഷീദ് അദ്ദേഹത്തിനോട് പറഞ്ഞു, നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്നല്ലാഹ അർസല ഖൈറൻ മിൻക, നിന്നേക്കാൾ ഉത്തമരാവുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ചു. ആരെക്കുള്ളത്? ഇലാ മൻ ഹുവ അശറു മിന്നി, എന്നേക്കാൾ മോശമായ ആളിലേക്ക്. അപ്പോൾ അല്ലാഹു അവരോട് ഉപദേശിച്ച ആ ഉപദേശത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയോ. ഇദ്ഹബാ ഇലാ ഫിർഔൻ വഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ. മഹാനാവുന്ന മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും പറഞ്ഞയച്ചു ഫിർഔനിലേക്ക് ദഅവത്ത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഫിർഔനോട് പോയി അവർ പറയുമ്പോൾ എങ്ങനെയാണ് അവരുടെ സമീപന രീതി എങ്ങനെ ആവണം, അവരുടെ ദഅവത്തിൻ്റെ സ്വഭാവം എങ്ങനെ ആവണം, അത് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു. വഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ, വളരെ മൃദുലമാവുന്ന സ്വഭാവത്തിലാവണം നിങ്ങൾ രണ്ടാളും അവനോട് ഉപദേശിക്കുന്നതും ഉദ്ദേശിക്കുന്നതൊക്കെയാണ്.
അപ്പം നിന്നേക്കാൾ ഹൈറായ ആളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ചത്, എന്നേക്കാൾ മോശമായ ആളിലേക്ക്. എന്നിട്ട് അവരോട് അള്ളാഹു ചെയ്ത ഉപദേശം എന്താ? വഖൂലു ഖൗലൻ ലയ്യിനാണ്. അപ്പോൾ അതുകൊണ്ട് പണ്ഡിതനെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ ഉപദേശിക്കുമ്പോൾ നിൻ്റെ ഉപദേശങ്ങൾ എന്താവണം? ജനങ്ങൾക്ക് അത് വെറുപ്പില്ലാത്ത നിലക്ക്, അവരെ മാനസികമായ നിലക്ക്, മനഃശാസ്ത്രപരമായ നിലക്ക് നിന്നിലേക്ക് ആകർഷിക്കുന്ന സ്വഭാവത്തിലാവണം. നമുക്കുള്ള തകരാറ് തന്നെ അതാണ്. നമ്മൾ ഒരു തെറ്റ് കണ്ടാൽ ആ തെറ്റിൽ എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കേണ്ടത്, അതിനെങ്ങനെയാണ് ഇന്ന് അവനെ പിന്മാറാൻ വേണ്ടി ശ്രമിക്കേണ്ടത് എന്നുള്ളത്, അതിൻ്റെ ഒരു യഥാർത്ഥ സ്വഭാവ ഗുണങ്ങൾ നമ്മളിലില്ലാതെ, ഒരു പണ്ഡിതൻ്റെ ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ വളരെ ശക്തമായ ഭാഷയിൽ ചിലപ്പോൾ അവരോട് എത്തും. നസിഹത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെ, നസിഹത്ത് എന്ന് പറഞ്ഞാൽ സിറും ബൈന നാസി, നുസ്വഹി ചെയ്യുന്നവൻ്റെയും ആരോടാണ് നുസ്വഹി ചെയ്യപ്പെടുന്നത് അവൻ്റെ ഇടയിലുള്ളതായ ഒരു രഹസ്യമാണ് നസിഹത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആളുകളോട് വളരെ പരസ്യമായ നിലക്ക് ഒരു തെറ്റ് വരുത്തലിന് കണ്ടുപോയാൽ പരസ്യമായ നിലക്ക് അവരെ വിളിച്ചുകൊണ്ട് അവനോട് നമ്മളത് ഉപദേശിക്കുമ്പോൾ അവനക്ക് ചിലപ്പോൾ ജനങ്ങളുടെ ഒരു സ്ഥാനമുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവനക്കതൊരു പ്രയാസം ഉണ്ടാക്കുമെന്ന് മാത്രമല്ല, അവൻ അതിന് ഒഴിഞ്ഞിക്കാൻ ചിലപ്പോൾ കൂട്ടാക്കിക്കോളണമെന്നില്ല. റസൂലുള്ളാഹിന്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു, നബിയെ തങ്ങളെക്കൊണ്ട് എനിക്ക് വിശ്വസിക്കണം, പക്ഷേ തങ്ങൾ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ നിരോധിക്കണം, ആ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, അതിന് ഒഴിഞ്ഞിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ ഒറ്റയടിക്ക് അവരോട് ഒഴിഞ്ഞിക്കാനല്ല പറഞ്ഞത്. റസൂൽ അയാളോട് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയും, ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ എനിക്ക് ഒഴിഞ്ഞിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ റസൂലിനോട് പറഞ്ഞു, ഞാൻ നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഒന്നിന്ന് ഞാൻ ഒഴിച്ചെന്നോളാം, അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ അദ്ദേഹത്തിനോട് പറഞ്ഞു, നീ എന്താക്കരുതെന്ന് പൊള്ളു പറയരുത് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലിനോട് സമ്മതിച്ചു, ഞാൻ പൊള്ളു പറയില്ല. അങ്ങനെ റസൂലിനെ കൊണ്ട് വിശ്വസിച്ചു. അയാൾ പോയി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അയാൾ കള്ള് കുടിക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടു എന്നാണ്. അയാൾ കള്ളെന്നൊരു അവരൊരു ഹോബി ആയിരുന്നല്ലോ. ഒമാസാലത്ത് ഷുറാബിൽ ഹുമൂറാബലത്തി ഇൻഫാഖി തെരീഫി മുത്തലീന്നാണ് അന്ന് കള്ളു കുടിച്ചവർ പാടിയത്. കള്ളിൻ്റെ ഒരു ഹോബിയായിരുന്നു. ആ കള്ള് കുടിക്കാൻ വേണ്ടി എൻ്റെ വാപ്പമാർ സമ്പാദിച്ച സ്വത്തും ഞാൻ സമ്പാദിച്ച സ്വത്തൊക്കെ ഞാൻ എന്താക്കി വിറ്റ് തൊളിച്ചതാണ്. കള്ള് വളമ്പി തന്നവരെ പറ്റി പറഞ്ഞു, അതാമായ അബീദുൽക്കന്നു ജൂമി യുവ കൈനത്തും തുറവു അഴീന ബൈന ഭൂതി മുൻസറി. കള്ള് വളമ്പി തന്നവർ സുന്ദരന്മാരായ കുട്ടികളായിരുന്നു, സുന്ദരന്മാരായിരുന്ന ആളുകളായിരുന്നു എൻ്റെ ഒപ്പം കള്ളു കുടിച്ചിരുന്നത്. ഞങ്ങൾ കള്ളു കുടിക്കുമ്പോഴെന്താവും സ്ത്രീകളാവുന്ന സ്ത്രീകൾ മുന്നിൽ വന്നുകൊണ്ട് വസ്ത്രം ധരിച്ചുകൊണ്ട് വസ്ത്രം ധരിക്കാതെയൊക്കെ അവരെന്താവുന്ന മുന്നിൽ വന്ന് അവർ നൃത്തം വെക്കുന്നു. അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടം ഇരുന്നത്. അതാണ് ബദൽ ഇസ്ലാമു വരീബാന്നല്ലേ നമോത്ഥാനം ഉണ്ടാക്കിക്കൊണ്ടിട്ടാണ് സർവ്വ അമ്പിയാക്കന്മാർ ഇവിടെ വന്നത്. തൂബാരിൽ ഉറവാകുന്നതാണ്. ഓരോ കാലഘട്ടത്തിലും അന്ന് നടന്നുകൊണ്ടിരിക്കുന്നതായ ഏതെല്ലാം തമ്മാടിത്തരങ്ങളുണ്ടോ ആ തമ്മാടിത്തരങ്ങളെ മുഴുവനും നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടിട്ട് ജനങ്ങൾ അല്ലദീന യുസ്ലിഹൂന ആദദ്ദീൻ ബഅദ ഫസാദിഹീന, ഈ ദീനിക്ക് ഫസാദ് കുടുങ്ങിയതിന് ശേഷം ആ ദീനെ നന്നാക്കുന്ന ആളുകളാണ്, അവർക്കാണ് എല്ലാ നിലക്കുള്ള വിജയം. ആ തൂബാരിൽ ഉറബാഗ് എന്ന് പറഞ്ഞാൽ ദീൻ ഇവിടെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ദീൻ ഇവിടെ നശിച്ചു പോകുമ്പോൾ ആ ദീനിൻ്റെ യഥാർത്ഥ സ്വഭാവങ്ങൾ ജനങ്ങളിലേക്ക് അവതരിപ്പിച്ചു കൊണ്ടിട്ട് ആ ദീനെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ അവരാണ് യഥാർത്ഥത്തിൽ ഉറബാഗ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ റസൂൽ വന്നതും ആ മുമ്പ് കഴിഞ്ഞ അമ്പിയാക്കന്മാരുടെ തുടർച്ചയായിട്ട് ആ ദീനിനെ പ്രചരിപ്പിക്കാനാണെങ്കിൽ റസൂൽ വന്ന കാലഘട്ടത്തിൽ വളരെ മോശമായ ഒരു കാലഘട്ടം. അപ്പോൾ ഇയാളോട് പറഞ്ഞു, കള്ളു കുടിക്കരുതെന്ന് റസൂൽ പറഞ്ഞില്ല, നീ പെണ്ണു പിടിക്കരുതെന്നും പറഞ്ഞില്ല, നീ കക്കരുതെന്ന് പറഞ്ഞില്ല, ഒരു കാര്യം മാത്രം നീ അംഗീകരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതെന്താ ഈ പൊള്ളു പറയാൻ പാടില്ല. അങ്ങനെ ഇയാളെ കള്ളു കുടിക്കാൻ വിളിക്കപ്പെട്ടപ്പോൾ ഇയാൾ പറഞ്ഞു, കള്ളു ഞാൻ കുടിക്കില്ല. എന്താ കാരണം? കള്ളു കുടിച്ചാൽ റസൂലിനോട് എന്നിട്ട് കള്ളു കുടിച്ചെന്ന് പറയട്ടെ. അപ്പോൾ ആ കള്ളു കുടിച്ചുകൊണ്ടുള്ള ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടപ്പിൽ വരുത്തും. നേരെ മറിച്ച് കള്ളു കുടിച്ചില്ല എന്ന് പറയുകയാണെങ്കിൽ പൊള്ളു റസൂലിനോട് പറയും വേണ്ടിയിരുന്നു. അതുകൊണ്ട് കള്ളു കുടിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞു. വ്യഭിചാരത്തിന് ഒരു ചാൻസ് കിട്ടി, അദ്ദേഹത്തിന് ക്ഷണിക്കപ്പെട്ടു വ്യഭിചാരത്തിന് വേണ്ടി. അപ്പോഴും അദ്ദേഹം പറഞ്ഞത് അങ്ങനത്തെ വ്യഭിചരിക്കാൻ ഞാനില്ല. കാരണം വ്യഭിചരിച്ചാൽ റസൂലിനോട് വ്യഭിചരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ വേണ്ടി വരും? വ്യഭിചാരത്തിൻ്റെ കുറ്റം എൻ്റെ മേലിൽ അത് ചുമത്തപ്പെടും, അതിൻ്റെ ഹദ് എൻ്റെ മേലിൽ നടപ്പിൽ വരുത്തപ്പെടും. നേരെ മറിച്ച് ഞാൻ വ്യഭിചരിച്ചിട്ടില്ല എന്ന് റസൂലിനോട് പറഞ്ഞാൽ അത് പൊള്ളാവും ചെയ്യും. അപ്പോൾ പൊള്ളു പറയാൻ ഞാൻ തയ്യാറല്ല. അങ്ങനെ ഇതുപോലുള്ള ഓരോ തമ്മാടിത്തരത്തിലും അദ്ദേഹം ഒഴിഞ്ഞുന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഈ സമീപനം കൊണ്ടിട്ട്. അപ്പോൾ നമ്മൾ ഉപദേശിക്കുമ്പോൾ നമ്മൾ ജനങ്ങളെ ഉപദേശിക്കേണ്ട ആളുകളാണ് നമ്മൾ. ആ ഉപദേശിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ആ ഉപദേശിക്കപ്പെടുന്ന വ്യക്തി ആരാണോ അവനെ പറ്റി മനസ്സിലാക്കി അവനക്ക് പ്രയാസങ്ങളില്ലാത്ത നിലക്ക് അവനെ വിളിച്ചുകൊണ്ടിട്ട് അവൻ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആവശ്യമാവുന്ന മാർഗ്ഗങ്ങൾ ഏതാണോ ആ മാർഗ്ഗങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ടാവണം നമ്മൾ അവനോട് ഉപദേശിക്കേണ്ടത്. അങ്ങനെ വലിയ വലിയ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരു മഹാൻ താമസിച്ചിരുന്ന സമീപത്ത് വേറൊരാളും താമസിച്ചിരുന്നു. അപ്പോൾ ഈ മഹാനെ കാണാൻ വേണ്ടി അന്നത്തെ ഒരു ഭരണാധികാരി കാണാൻ വന്നു എന്നാണ്. കാണാൻ വന്നപ്പോൾ അവിടെ അതിൻ്റെ അടുത്തുള്ള റൂമിൽ നിന്ന് ഭയങ്കര ശബ്ദങ്ങളാണ്. ആ ശബ്ദം എന്ന് പറഞ്ഞാൽ ഒരു കളിൻ്റെ ശബ്ദമാണ്. ആ കളിക്കപ്പെടുന്നതായ ശബ്ദങ്ങളും അതിൻ്റെ മറ്റുള്ള ആ കളിക്കപ്പെടുന്ന അതിൻ്റെ സാമഗ്രികൾ എന്താണോ അതിൻ്റെ ഒച്ചക്കേടുകൾ. അപ്പോൾ ഈ കാണാൻ വന്ന ഈ അമീർമാർ, ഈ ഖലീഫമാരിൽപ്പെട്ട ആൾ ഇയാളോട് ഈ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട മഹാനോട് പറഞ്ഞു, നിങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ അടുത്ത് താമസിക്കുന്ന ആൾ ഇത്ര വലിയ കളിയൊക്കെ ഇവിടെ നടത്തിയിട്ട് നിങ്ങൾ എന്താ അതിനെ നിരോധിക്കാത്തത് ചോദിച്ചു. അപ്പോൾ മുമ്പിൽ പറഞ്ഞ മറുപടി എന്താണെന്ന്, ഞാൻ അതിനെ നിരോധിക്കാത്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ 50 കൊല്ലമായി ഇവിടെ താമസിക്കണം, ഈ 50 കൊല്ലം ഞാൻ ഈ ശബ്ദപ്പെടുത്തും കേൾക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അവനെ ഉപദേശിച്ചാൽ
ഇവ എന്ത് ചെയ്യുന്ന ഇവിടുന്ന് റൂം മാറിപ്പോകും. റൂം മാറിപ്പോയാൽ പിന്നെ ഇതിനേക്കാൾ വലിയ തമാടിത്തരങ്ങൾ അവിടെയൊക്കെ പോയിട്ട് പോകാൻ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അവന് ഇവിടെ എൻ്റെ മുന്നിലാവുമ്പോൾ ഈ സംഗതി മാത്രം ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ച് ഈ ശബ്ദങ്ങൾ മാത്രമേ ഈ കളി മാത്രമേ അവൻ നീക്കുന്നുണ്ടാവുള്ളൂ. ഇവിടുന്ന് അവനെ ഞാൻ ഇത് നിരോധിച്ചാൽ അവനക്ക് ഞാനിത് അറിഞ്ഞിട്ടുണ്ട്, അപ്പോൾ നമുക്ക് നല്ലത് ഇവിടെ അല്ല, റൂം മാറി മറ്റൊരു വേറെ സ്ഥലത്തേക്ക് പോവുക. അപ്പോൾ അവിടുന്ന് എന്താക്കും, ഇതിനെ തുറന്നുകൊണ്ട് ഇതും ഇതല്ലാത്ത മറ്റു തമ്മാടിത്തരങ്ങളും അവൻ ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ സമീപന രീതികൾ എപ്പോഴും നന്നാവണം. പണ്ഡിതന്മാരാകുമ്പോൾ നമ്മളെ വസ്ത്രധാരണയിൽ പണ്ഡിതന്മാർക്ക് ഉണ്ടാവേണ്ടതായ സ്വഭാവ ഗുണങ്ങൾ നമുക്കുണ്ടാവണം. നമ്മളെ ഇബാദത്തിൻ്റെ കാര്യങ്ങളിലും നമ്മളതൊക്കെ ശ്രദ്ധിക്കണം. നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ട് ജനങ്ങൾ ചെയ്യുന്നതായ ഒരു അവസ്ഥ ഉണ്ടായിത്തീരണം. നമുക്കിതൊന്നും ബാധകമല്ല. ഇമാം റാസി തങ്ങൾ പറഞ്ഞപ്പോൾ നമ്മളോട് ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനല്ലേ മഹാനാവുന്ന മഹദി ശേഖ് തങ്ങൾ പറഞ്ഞതുപോലെ കാന്നഹു ദീബുൻ അലൈഹി സിയാബ് എന്ന് പറഞ്ഞു. ജനങ്ങളെ നാലായിട്ട് ഓരിച്ചു. അതിലുള്ള ഒരു വിഭാഗത്തിനെ പറ്റി മൂപ്പര് പറഞ്ഞത് എന്താണെന്നറിയോ? ലൈസ ലഹു ഖൽബ്, അവനക്ക് ഹൃദയം അവനക്കില്ല. പക്ഷേ വലഹു ലിസാൻ, അവൻ്റെ അടുത്ത് നല്ലൊരു നാവുണ്ട്. ആ നാവ് ഉപയോഗിച്ചുകൊണ്ട് അവൻ നടന്ന് പ്രസംഗിക്കും. പ്രസംഗമൊക്കെ നല്ല ഉഷാറിനായിരിക്കും. പക്ഷേ അവൻ ജനങ്ങളിൽ നിന്ന് അവൻ പുറത്തു വന്നാൽ ഈ പ്രസംഗിക്കപ്പെടുന്ന സംഗതികളൊന്നും അവൻ ചെയ്യില്ല. കാന്നഹു ദീബുൻ അലൈഹി സിയാബ്. അപ്പോൾ അവനൊരു ചന്നായിയെ പോലെയാണ്, വസ്ത്രമണിഞ്ഞതായ ചന്നായിയെ പോലെയാണ്. അങ്ങനത്തെ വിഭാഗത്തിൽ പെടാൻ പാടില്ല എന്നാണ്. അപ്പോൾ പണ്ഡിതന്മാരാകുമ്പോൾ പണ്ഡിതന്മാർക്ക് അവർ പ്രസംഗിച്ചാൽ മാത്രം പോരാ, അവർ പ്രസംഗിക്കുന്നതിനോട് കൂടെ തന്നെ അവർക്ക് ഒരു ഹൃദയമാണ്. ലൈസ ലഹു ഖൽബ് എന്ന് പറഞ്ഞാൽ ആ വിഭാഗത്തിൽ പറയരുത്. ആ ഹൃദയം ഉണ്ടായി ഹൃദയത്തിനെ ശുദ്ധീകരിച്ച് ഹൃദയത്തിൽ നിന്ന് എല്ലാ നന്മകളും ഉണ്ടായിത്തീരണം. നന്മകളൊക്കെ ഹൃദയത്തിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. ആ നന്മകൾ ഹൃദയത്തിൽ നിന്നുണ്ടാകുമ്പോഴേ ഹൃദയത്തിൽ നിന്നുണ്ടാവണം, ഹൃദയത്തിൽ നിന്നല്ല ഈമാനിൽ നിന്നുണ്ടായിത്തീരണം. ഈമാൻ ഹൃദയത്തിൽ വളർന്ന് വികസിച്ച് ആ ഈമാനിൽ നിന്നുണ്ടാവണം നന്മകളൊക്കെ. അല്ലെ റസൂലൊക്കെ അങ്ങനെയല്ലേ പറഞ്ഞത്, അഹ്ബുൽ അൻസാർ മേൽ ഈമാൻ, അൻസാറുകളുള്ള മഹബത്ത് ഈമാനിൽ നിന്നുണ്ടാവണം എന്നാ. അൻസാറുകളോട് പറയാൻ നിൽക്കും മഹബത്ത് ഉണ്ടാവാം. അവരെ മക്കളെ കണ്ടിട്ട് ചിലപ്പോൾ മഹബത്തുണ്ടാവും, മകളെ കെട്ടാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ അയാളോട് നീ പൈസ വാങ്ങാന്ന് വിചാരിച്ചു കൊണ്ട് അയാളോട് മഹബത്തുണ്ടാവും. അതൊന്നും പോരാ. അൻസാറുകളുള്ള മഹബത്ത് ഈമാനിൽ നിന്നുണ്ടായിത്തീരണം. എന്താ വാക്കിൻ്റെ അർത്ഥം? നിങ്ങൾ ഈമാൻ ഞങ്ങൾ വളർത്തി വികസിപ്പിച്ച് ആ ഈമാൻ വളരാൻ പറ്റിയതായ ഒരു സാഹചര്യങ്ങൾ ഹൃദയത്തിൽ ഉണ്ടാക്കി തീർക്കണം. ആ ഹൃദയത്തിൽ നിന്നാവണം എല്ലാ സൽക്കർമ്മങ്ങളും ഉണ്ടാവേണ്ടത്. എന്നാൽ ആ സൽക്കർമ്മം കബൂൽ ചെയ്യപ്പെടുള്ളൂ അള്ളാഹുവിൻ്റെ അടുത്ത്. നമ്മൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്തുകൊണ്ട് സൽക്കർമ്മങ്ങൾ കബൂൽ ചെയ്യപ്പെടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സൽക്കർമ്മങ്ങൾ കബൂൽ ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ, അതിലേക്ക് സവാബ് നൽകപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മൾ ഹസനാത്തിൻ്റെ ആ രേഖയിൽ അതിനെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈമാനിൽ നിന്നുണ്ടാവണം നമ്മൾ ഓരോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഈമാൻ നന്നാക്കണം. അതല്ലേ വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം അല്ലേ, യാ അയ്യുഹല്ലദീന ആമനു യാ അയ്യുഹല്ലദീന ആമനു യാ അയ്യുഹല്ലദീന ആമനു എന്നാണ്. ആദ്യം ഈമാൻ ഉണ്ടാക്കാം. ആ ഈമാൻ ശരിക്കും വളരാനുള്ളതായ അവസ്ഥ ഹൃദയത്തിൽ ഉണ്ടാക്കി തീർക്കണം. ആ ഈമാൻ ഏതെങ്കിലും നിലക്കുള്ള വൃത്തികേടുകൾ അവിടെ ഹൃദയത്തിൽ ഉണ്ടായി തീർന്നാൽ ഈമാൻ അവിടെ വളരില്ല. ആ ഈമാനോടെ വളർന്നു വന്നിട്ട് ആ ഈമാനിൽ നിന്ന് എല്ലാ നന്മകളും ഉണ്ടായിത്തീരണം. അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ പണ്ഡിതന്മാരാവുന്ന നിങ്ങളും നമ്മളൊക്കെ നമ്മളെ ഈമാനെ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഹൃദയത്തിൽ നിന്ന് മോശമായ സർവ്വ സ്വഭാവങ്ങളെയും ദൂരീകരിച്ച് ഈമാനെ അവിടെ വളർത്താൻ ആവശ്യമാവുന്ന സാഹചര്യം ഉണ്ടാക്കി ആ ഈമാനിൽ നിന്ന് എല്ലാം ഉണ്ടാവണം. നമ്മൾ നിസ്കാരം ഈമാൻ ഉണ്ടാവണം, നമ്മൾ ചെയ്ത സദഖകൾ ഈമാൻ ഉണ്ടാവണം, നമ്മൾ മറ്റുള്ളവരോടുള്ള മഹബത്ത് ഈമാൻ ഉണ്ടാവണം. അപ്പോഴേ അതിനെ എന്താവുള്ളൂ? അള്ളാഹുവിൻ്റെ അടുത്ത് കബൂൽ ചെയ്യപ്പെട്ടതായ അമലായി കൊണ്ടിട്ട് അതിലേക്ക് സവാബ് ലഭിക്കപ്പെടുള്ളൂ. ഹസനാത്തിൻ്റെ ആ രേഖയിൽ അതിനെ രേഖപ്പെടുത്തപ്പെടുള്ളൂ. അതിനുവേണ്ടി പണ്ഡിതന്മാരൊക്കെ ശ്രമിച്ചുകൊണ്ടിട്ട് നമ്മളെ പ്രവർത്തനങ്ങളും നമ്മളെ നടത്തും നമ്മളെ ഇരുത്തും നമ്മളെ വസ്ത്രധാരണയും ഒക്കെ ഒരു പണ്ഡിതർക്ക് ഉണ്ടാവേണ്ടതായ എല്ലാവിധ ഗുണങ്ങളും നമ്മളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിട്ട് ആ നിലക്ക് സമസ്തകളെ ജമീയത്തുൽമക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണമെന്ന് എല്ലാവരും ഉണർത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നന്മകളെയും നമുക്കുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ഇതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും.